കാട്ടുതീ തടയാൻ എന്ന പേരിൽ വനംവകുപ്പ് തീയിട്ടതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരിയായ വീട്ടമ്മയുടെ കൃഷിസ്ഥലം കത്തി നശിച്ചു. മുളകുവള്ളി സ്വദേശി മേരി ജോണിന്റെ 1/2 ഏക്കർ പട്ടയഭൂമിയാണ് പൂർണ്ണമായും കത്തിയത്. റിപ്പോർട്ട് കാണാം. 1/2 ഏക്കർ പട്ടയഭൂമിയിലെ കുരുമുളക്, കശുമാവ്, കാപ്പി, വാഴ, മലയിഞ്ചി തുടങ്ങിയ കൃഷികളാണ് കത്തി നശിച്ചത്. കാട്ടുതീ തടയാൻ ഫയർലൈൻ തെളിക്കുന്നതിനായി തീയിട്ടത് നഗരംപാറ റേഞ്ച് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ ദിവസമാണ് സംഭവം. കൃഷിയിടത്തിൽ കത്തിയ തീ വീടിന് പിൻഭാഗത്തും പടർന്നു. തീ അണയ്ക്കാൻ ശ്രമിച്ച മേരി ജോണിന്റെ സഹോദരൻ ജിഫിനും പൊള്ളലേറ്റു. 2021 സമാനമായ രീതിയിൽ മേരി ജോണിന്റെ കൃഷിസ്ഥലം കത്തിയിരുന്നു. ആ സംഭവത്തിൽ വനംവകുപ്പ് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ആളാണ് മേരി ജോൺ. ഫോറസ്റ്റുകാർ വനത്തിൽ തീയിടാനായിട്ട് ബൗണ്ടറി തെളിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ വന്ന് തീയിട്ടു. 3-3:30 ആയപ്പോൾ അവർ പോയി. രാത്രി 11:30-12 മണിയായപ്പോഴാണ് ഞങ്ങൾ ഓടി വന്ന് നാട്ടുകാരും കൂടി സഹകരിച്ച് തീയെടുത്ത് ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. വനംവകുപ്പിന്റെ അനാസ്ഥയാണ് പട്ടയഭൂമിയിൽ തീ പടർന്നു പിടിക്കാൻ ഇടയായത്. സംഭവത്തിൽ തക്കതായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നും തീയിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും മേരി ജോൺ പരാതി നൽകിയിട്ടുണ്ട്. 24 ഇടുക്കി. അപ്പോൾ അതാണ്, ആ വീട്ടമ്മയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്. അതിലൊരു തീരുമാനം ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു.